മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ ചെരിഞ്ഞ ആനയുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ഇന്നുച്ചയ്ക്കാണ് ആന ചെരിഞ്ഞത്. ജഡം കോടനാട് അഭയാരണ്യത്തിൽ തന്നെ സംസ്കരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു മുറിവിൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസിമിയ ആകാം. പക്ഷെ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ നോക്കണം ചേഞ്ചസ്. അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപത്തോളജിക്ക് അയക്കണം കൺഫർമേഷനായിട്ട്. ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. സംസ്കാരം എങ്ങനെയായിരിക്കും? കുഴിച്ചിടുകയാണോ? കുഴിച്ചിടാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരണം. സിജോ വി ജോണോട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ ആനയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണോ വനംവകുപ്പുള്ളത്? ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. എന്തായാലും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ അത്യാവശ്യം പൂർണ്ണമായും വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിക്കുമ്പോൾ അത്തരം ഒരു സാധ്യതകളിലേക്ക് തന്നെയാണ് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത്. ആനയുടെ മസ്തകത്തിന് ഒരു അടിയോളം താഴ്ചയിലാണ് മുറിവുണ്ടായിരുന്നത്. അത് പഴുക്കുകയും ചെയ്തിരുന്നു. തുമ്പിക്കൈയിലേക്ക് ഈ പഴുപ്പ് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ആന നേരിടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത്തരം സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് അത്തരത്തിൽ നിഗമനത്തിലേക്ക് ഡോക്ടർമാർ പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് 12 മണിയോടെയായിരുന്നു ആന ചെരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മെയ്യാണ് ആനയെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇന്നലെ രാവിലെ മുതൽ അതിന്റെ ചികിത്സ ആരംഭിക്കുന്നു. ഇന്ന് രാവിലെയും അത് ഭക്ഷണം എടുക്കുകയും മരുന്നുകളോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉച്ചയ്ക്കാണ് പെട്ടെന്ന് ആന കൂട്ടിൽ തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർമാർ മണ്ണൂത്തി വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജിലെ ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകും. അതിനുശേഷം ഈ കോടനാട് തന്നെ ആനയെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി സിജോ.